ഞാൻ വെളിവാക്കണ്ട എന്ന് കരുതിയിരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ സാധാരണഗതിയിൽ എനിക്കൊരു ഊമക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഇഗ്നോർ ചെയ്യും. കവർ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിന്റെ ഈ ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേജിലുള്ള ഒരു ലെറ്ററാണ്. ഇതിന്റെ അടിയിൽ വിനയപൂർവ്വം ഇന്ത്യൻ പൗരൻ ഇതാണ് കാണിച്ചേക്കുന്നത്. 2/12/25 ഡേറ്റ് വെച്ച് എഴുതിയേക്കാണ്. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് സഖാവ് ഹണി എം വർഗീസിന്റെ വിക്രിയകളെന്നാണ് അതിന്റെ ക്യാപ്ഷൻ. അങ്ങനെ സഖാവായിട്ടൊന്നും ഹണി പെരുമാറുമല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എൻ്റെ മുമ്പിൽ ഹണി, ഞാൻ തൃശ്ശൂർ ജില്ലാ ജഡ്ജി ആയിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന് കേസുകൾ വാദിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചാൽ എനിക്കത് നല്ലൊരു അഭിപ്രായം ഹണിയെ കുറിച്ച് തോന്നിയിട്ടുള്ളൂ. അത് അങ്ങനെ എനിക്കറിയാവുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി എന്നിട്ട് മുമ്പിലുള്ള SC ഈ കേസിന്റെ നമ്പർ പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10ാം പ്രതി അപ്രൂവറാക്കി അതിലെഴുതിയേക്കുന്ന വിവരങ്ങളാണ്. 11ഉം 12ഉം പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ 9 പ്രതികളാണ് ഉള്ളത് അതിനകത്ത്. എന്നാൽ 2018 മുതൽ തുടങ്ങി 2025 ഡിസംബർ 8 വിധി പറയുന്ന ഈ കേസിൽ 7ാം പ്രതി ചാർലി തോമസ്, അത് എനിക്കറിയത്തില്ല പ്രതിയുടെ പേര്, 8ാം പ്രതി ഗോപാലകൃഷ്ണൻ ഏലിയാസ് ദിലീപ്, അത് ദിലീപ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, 9ാം പ്രതി സനിൽ കുമാർ ഏലിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി 6 പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ഈ വിവരമാണ് ഈ കത്തിനകത്തുള്ളത്. എന്നിട്ട് അത് മാത്രമല്ല പിന്നെ എഴുതിയത്, തൻ്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി സഖാവ് ഹണി എം വർഗീസ് 8ാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് 8/12/2025 പറയുവാൻ പോകുന്നത്. എനിക്കത് ഒരു വലിയ വിശ്വാസമുള്ള ഒരു കാര്യമല്ല. ഒന്നാമത് ഈ ഷെർലി എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഷെർലി എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ എനിക്ക് വേറെ അറിയില്ല. ഷെർസി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സഹപ്രവർത്തക ഉണ്ടായിരുന്നു, ഷെർസി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, റിട്ടയർ ചെയ്തു പോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് എനിക്കറിയില്ല. അത് ജഡ്ജ്മെന്റ് എഴുതാൻ മാത്രമല്ല, ഒരു ജഡ്ജ്മെന്റ് എഴുതാനുള്ള കഴിവ് ഹണി വർഗീസിനില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഹണിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തൻ്റെ ഇനി ഷെർലിയെ കൊണ്ട് എഴുതിപ്പിച്ചു ഈ ഉത്തരവ്. അങ്ങനെ കാണിച്ച കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ്. അങ്ങനെ കച്ചവടം ഉറപ്പിക്കുന്നതൊക്കെ ആ ശീലമൊന്നും ആ ലേഡിക്ക് ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി എന്ന നിലയിൽ ഒരുപാട് വിക്രിയകൾ കാണിച്ച ബാക്കി ഇതിനകത്ത് കുറച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വെളിവാക്കുന്നില്ല. അവരുമായിട്ടുള്ള അടുപ്പം കൊണ്ടും അവരുടെ അനുഗ്രഹ ആശിസ് കൊണ്ടുമാണ് ഇത്തരത്തിൽ നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഹണി വർഗീസിനെ പ്രേരിപ്പിക്കുന്നതെന്നും ഒക്കെ ഇങ്ങനെ എഴുതി.